നമസ്കാരം. വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ട് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖന്റെ മകളാണെന്ന ഔദാര്യം ഉപയോഗിച്ച് അണികളെ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്താം, പേടിപ്പിച്ചോടിക്കാമെന്ന പ്രതീക്ഷ വീണയ്ക്ക് അടിതെറ്റുകയാണ്. ഒരു പാർട്ടി പ്രവർത്തക പോലും അല്ലാത്ത ഒരു സ്ത്രീക്കെതിരെ ഉയർന്ന വൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണത്തെ തടയാൻ, ആക്രമിക്കാൻ, കൊല്ലാൻ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പോലെയാണ് ഇടതുപക്ഷം അവരുടെ അണികളെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന വാലാട്ടികളുടെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധം തീർക്കുന്നത്. പിണറായിയുടെ മകൾ എന്നതോ റിയാസിന്റെ ഭാര്യ എന്നതോ വീണയെ ഇന്ത്യൻ പൗരനല്ലാതെ ആക്കുന്നില്ല, നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്താക്കുന്നില്ല, അന്വേഷണത്തിൽ നിന്നോ ശിക്ഷയിൽ നിന്നോ ഇളവ് നൽകുന്നില്ല. എന്നിട്ടും കേരളം കാണേണ്ടി വന്നത് ഉളുപ്പില്ലാത്ത സഖാക്കളുടെ പ്രഹസനമായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇനി ചോദ്യങ്ങൾ ഉയരുന്നത് വെറും ഒരു കമ്പനിയെ കുറിച്ചല്ല, ഒരു കുടുംബത്തെയും ഒരു ഭരണകാലത്തെയും കുറിച്ചാണ്. കേരള രാഷ്ട്രീയത്തെ വർഷങ്ങളായി പിന്തുടരുന്ന CMRL എക്സാലോജിക് വിവാദം വീണ്ടും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കുകയും സാമ്പത്തിക ഇടപാടുകൾ, ബാങ്ക് രേഖകൾ, സ്വത്ത് സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ പരിശോധിക്കുകയും ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ നിയമപരമായ അന്വേഷണത്തോടൊപ്പം വലിയൊരു രാഷ്ട്രീയ ചർച്ചയും വീണ്ടും സജീവമായിരിക്കുകയാണ്. വീണയുടെ സ്വത്ത് വിവരങ്ങൾ തിരക്കാൻ ED സംഘം ഒടുവിൽ പിണറായിയിലുമെത്തി. പാതിരിയാട് പിണറായി വില്ലേജ് പരിധിയിലുള്ള വീണയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ വിവരങ്ങൾ തിരക്കിയാണ് ED ഉദ്യോഗസ്ഥരെത്തിയത്. ED കൊച്ചി സോണൽ ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പാതിരിയാട് വില്ലേജ് ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സന്തോഷ് കുമാറിനോടൊപ്പം പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് സമീപമുള്ള സ്ഥലം സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. പിണറായി വില്ലേജ് ഓഫീസിലെത്തിയ ED സംഘം പിണറായി വൈദ്യുതി സബ്സ്റ്റേഷന് സമീപത്തുള്ള വീണയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞു. രാഷ്ട്രീയത്തിൽ പലപ്പോഴും നിയമപരമായ അന്തിമ വിധിയേക്കാൾ വലിയ ചർച്ച ജനങ്ങളുടെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ കേസ് CPM-നും പിണറായി വിജയന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിനും വലിയ പരീക്ഷണമായി മാറുന്നത്. EDയുടെ അന്വേഷണത്തിൽ പുതിയ രേഖകളോ സാമ്പത്തിക തെളിവുകളോ പുറത്തുവരികയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വ്യക്തിപരമായതിൽ ഒതുങ്ങില്ല. വർഷങ്ങളായി അഴിമതിക്കെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുവെന്ന് അവകാശപ്പെട്ട ഇടതുപക്ഷത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ചും കൂടുതൽ ചോദ്യങ്ങൾ ഉയരും. പ്രത്യേകിച്ച് ഭരണകാലത്ത് സർക്കാരിനും മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും നേരെ ഉയർന്ന വിവിധ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ അന്വേഷണം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ രാഷ്ട്രീയ ആയുധമാകാനും സാധ്യതയുണ്ട്. മറുവശത്ത് CPM ഈ കേസിനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയാടലായി വിശേഷിപ്പിക്കുന്നു. അന്വേഷണത്തിന്റെ നിയമത്തിന്റെ വഴിയിൽ നേരിടാതെ മുമ്പും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. അതിനാൽ നിയമ പോരാട്ടത്തോടൊപ്പം രാഷ്ട്രീയ പോരാട്ടവും സമാന്തരമായി തുടരാനാണ് പാർട്ടിയുടെ സാധ്യത. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടങ്ങളാണ് ഇനി നിർണായകമാവുക. അന്വേഷണ ഏജൻസിക്ക് ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന ശക്തമായ തെളിവുകൾ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ആരോപണങ്ങൾ നിയമപരമായി നിലനിൽക്കാതെ പോകുമോ എന്നതാണ് ഇനി കാര്യങ്ങൾ നിർണയിക്കുക. പുതിയ സമൻസ്, ചോദ്യം ചെയ്യൽ, സാമ്പത്തിക രേഖകളുടെ പരിശോധന എന്നിവ അന്വേഷണം തുടരുന്നതിന്റെ സൂചനയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ കേസ് മറ്റൊരു കാരണത്താലും ശ്രദ്ധേയമാണ്. അധികാരത്തിൽ നിന്ന് മാറിയ ശേഷവും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള ഏത് അന്വേഷണവും CPM-ന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ തന്നെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ കേസിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് വാർത്താ തലക്കെട്ടുകളല്ല, അന്വേഷണത്തിൽ ലഭിക്കുന്ന തെളിവുകളും കോടതിയിലെ നടപടികളുമാണ്. കുറ്റം തെളിയുന്നതുവരെ ആരെയും കുറ്റക്കാരനായി കണക്കാക്കാനാവില്ല എന്നത് നിയമത്തിന്റെ അടിസ്ഥാന തത്വമാണ്. അതേസമയം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പൊതുജീവിതത്തിലെ വ്യക്തികളിൽ നിന്ന് ഉയർന്ന നിലവാരത്തിലുള്ള സുതാര്യതയും വിശദീകരണവും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ജനാധിപത്യത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. അത് തെളിയിക്കേണ്ടത് പിണറായിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും.